സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹ വ്യവസ്ഥകളുള്ള രണ്ട് ഗ്രഹങ്ങളാണ് വ്യാഴവും ശനിയും. ഇവയുടെ ഉപഗ്രഹ വ്യവസ്ഥകൾ തമ്മിലുള്ള വ്യത്യാസത്തിന്റെ രഹസ്യമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. വ്യാഴവും ശനിയും നമ്മുടെ സൗരയൂഥത്തിലെ വാതകഭീമന്മാരാണ്. ഇവയ്ക്ക് ചുറ്റുമുള്ള ഉപഗ്രഹങ്ങളുടെ എണ്ണത്തിൽ ഇവ മറ്റ് ഗ്രഹങ്ങളെ അപേക്ഷിച്ച് വളരെ മുന്നിലാണ്. വ്യാഴത്തിന് 100-ലധികം ഉപഗ്രഹങ്ങളുണ്ട്, എന്നാൽ ശനിക്ക് 208-ൽ അധികം ഉപഗ്രഹങ്ങളുണ്ട്, ഒപ്പം അതിന്റെ മനോഹരമായ വലയങ്ങളും. ഉപഗ്രഹങ്ങളുടെ എണ്ണം കൂടുതലാണെങ്കിലും അവയുടെ വലുപ്പത്തിൽ വ്യത്യാസങ്ങളുണ്ട്. എല്ലാ ഉപഗ്രഹങ്ങളും ഒരുപോലെ പ്രധാനപ്പെട്ടവയല്ല. വ്യാഴത്തിന്റെ ഉപഗ്രഹ കുടുംബത്തിൽ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹമായ ഗാനിമേഡ് ഉൾപ്പെടെ 4 വലിയ അംഗങ്ങളുണ്ട്. ശനിയുടെ കുടുംബത്തിൽ ടൈറ്റൻ എന്ന ഒരു വലിയ ഉപഗ്രഹമാണ് പ്രധാനമായിട്ടുള്ളത്. ടൈറ്റൻ സൗരയൂഥത്തിലെ രണ്ടാമത്തെ വലിയ ഉപഗ്രഹമാണ്. 2 ഗ്രഹങ്ങളും വാതകഭീമന്മാരായിട്ടും ഈ ഉപഗ്രഹ വ്യവസ്ഥകളിലെ വ്യത്യാസങ്ങൾ എന്തുകൊണ്ട് എന്നതിനെക്കുറിച്ച് ജ്യോതിശാസ്ത്രജ്ഞർക്ക് ഒരുപാട് കാലമായി ആശയക്കുഴപ്പമുണ്ട്. ഉപഗ്രഹ രൂപീകരണ സിദ്ധാന്തങ്ങൾ ചില സാധ്യതകൾ മുന്നോട്ടുവച്ചിട്ടുണ്ട്. എന്നാൽ സമീപകാല പഠനങ്ങൾ ഈ സിദ്ധാന്തങ്ങൾ വീണ്ടും ചിന്തിക്കേണ്ടതിന്റെ ആവശ്യകത സൂചിപ്പിക്കുന്നു. പ്രത്യേകിച്ചും വ്യാഴത്തിന്റെ സർക്കംപ്ലാനറ്ററി ഡിസ്കിൽ ഉപഗ്രഹങ്ങൾ രൂപപ്പെടുന്ന ഗ്രഹത്തിനു ചുറ്റുമുള്ള പദാർത്ഥങ്ങളുടെ ശേഖരം, ഒരു ആന്തരിക അറ, ഇന്നർ ക്യാവിറ്റി രൂപപ്പെടാൻ സാധ്യതയുണ്ടോ എന്നതിനെക്കുറിച്ച് ഒരു നീണ്ട ചർച്ച നിലനിൽക്കുന്നു. വ്യാഴത്തിന്റെയും ശനിയുടെയും ഉപഗ്രഹ വ്യവസ്ഥകൾ പോലുള്ള ഒന്നിലധികം സംവിധാനങ്ങളെ വിശദീകരിക്കാൻ കഴിയുന്ന ഒരു ഭൗതികമായി സ്ഥിരതയുള്ള മോഡൽ മറ്റ് സൗരയൂഥങ്ങൾക്കപ്പുറത്തുള്ള ഗ്രഹസംവിധാനങ്ങൾക്കും ബാധകമായേക്കാം. ഇതുമായി ബന്ധപ്പെട്ട് ജപ്പാനിലെ ക്യോട്ടോ യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള ജപ്പാനിലെയും ചൈനയിലെയും ഗവേഷകരുടെ ഒരു കൂട്ടായ്മ അത്തരമൊരു മോഡൽ വികസിപ്പിക്കാൻ പ്രേരിപ്പിച്ചു. വ്യാഴത്തിന്റെയും ശനിയുടെയും ഉപഗ്രഹ വ്യവസ്ഥകൾ തമ്മിലുള്ള വ്യത്യാസം അവയുടെ കാന്തിക മണ്ഡലങ്ങളുടെ ശക്തിയിൽ നിന്നുടലെടുക്കുന്ന ഡിസ്ക് ഘടനകളിലെ വ്യത്യാസം മൂലമാണ് എന്ന് കണ്ടെത്തലുകൾ വെളിപ്പെടുത്തുന്നു. വ്യാഴത്തിന്റെയും ശനിയുടെയും താപപരിണാമവും കാന്തിക മണ്ഡലങ്ങൾ കാലക്രമേണ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നും മനസ്സിലാക്കാൻ ടീം യുവവാതക ഭീമന്മാരുടെ ആന്തരിക ഘടനയെക്കുറിച്ച് സംഖ്യാപരമായ സിമുലേഷനുകൾ നടത്തി. 2 ഗ്രഹങ്ങളുടെയും സർക്കംപ്ലാനറ്ററി ഡിസ്കുകൾ അവർ മോഡൽ ചെയ്യുകയും ഉപഗ്രഹ രൂപീകരണവും ഭ്രമണപഥമാറ്റവും പിന്തുടരാൻ എൻബോഡി സിമുലേഷനുകൾ നടത്തുകയും ചെയ്തു. വ്യാഴത്തിന്റെ ശക്തമായ കാന്തിക മണ്ഡലം യുവവാതക ഭീമനു ചുറ്റുമുള്ള സർക്കംപ്ലാനറ്ററി ഡിസ്കിൽ ഒരു കാന്തിക ക്യാവിറ്റി രൂപപ്പെടാൻ കാരണമായി. ഈ ക്യാവിറ്റി രൂപീകരണം കാന്തികക്ഷേത്രം വഴി പദാർത്ഥങ്ങളെ ഒരകത്തേക്ക് വരുന്ന പ്രവാഹത്തിൽ നിന്ന് തടയുന്നു. വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങളായ ഐഒ, യൂറോപ്പ, ഗാനിമീഡ് എന്നിവയെ ഈ ക്യാവിറ്റി പിടിച്ചെടുക്കാൻ സാധ്യതയുണ്ട്. ഇതാണ് വ്യാഴത്തിന്റെ വലിയ ഉപഗ്രഹ വ്യവസ്ഥയ്ക്ക് കാരണം. എന്നാൽ യുവശനിയുടെ കാന്തിക മണ്ഡലം ഒരു ക്യാവിറ്റി രൂപീകരിക്കുന്നതിന് വളരെ ദുർബലമായിരുന്നു. ക്യാവിറ്റി ഇല്ലാത്തതിനാൽ സർക്കംപ്ലാനറ്ററി ഡിസ്കിലൂടെ നീങ്ങുന്ന ഉപഗ്രഹങ്ങൾക്ക് അതിജീവിക്കാൻ കഴിഞ്ഞില്ല. ഇത് ശനിയുടെ ഉപഗ്രഹങ്ങളുടെ എണ്ണത്തിലെ വ്യത്യാസത്തെ വിശദീകരിക്കുന്നു. ഈ പഠനം ഭാവിയിൽ വാതകഭീമന്മാർക്ക് ചുറ്റുമുള്ള എക്സോമൂണുകളെയും സർക്കംപ്ലാനറ്ററി ഡിസ്കുകളെയും നിരീക്ഷിക്കുന്നതിന് ഒരു അടിത്തറ നൽകുന്നു. ഈ പുതിയ മോഡൽ സിദ്ധാന്തം മറ്റു ഉപഗ്രഹങ്ങളിലേക്കും എക്സോമൂൺ സിസ്റ്റങ്ങളിലേക്കും വ്യാപിപ്പിക്കാൻ ഗവേഷകർക്ക് താൽപ്പര്യമുണ്ട്. വ്യാഴത്തിന്റെ വലുപ്പമുള്ള വാതകഭീമന്മാർക്ക് ചുറ്റും ഒതുങ്ങിയ മൾട്ടിമൂൺ സിസ്റ്റങ്ങൾ ഉണ്ടാകുമെന്നും ശനിയുടെ വലുപ്പമുള്ള ഗ്രഹങ്ങൾക്കു ചുറ്റും 1-2 ഉപഗ്രഹങ്ങൾ മാത്രമേ രൂപപ്പെടുകയുള്ളൂ എന്നും ഈ മോഡൽ പ്രവചിക്കുന്നു.